ആശ്രയമാകേണ്ട ആതുരാലയങ്ങളിൽ നിന്ന് അവഗണന നേരിട്ടിട്ടുണ്ടോ? ആരോഗ്യ കേരളത്തെ അധികൃതർ തറയിൽ കിടത്തിയിരിക്കുകയാണോ? മെച്ചപ്പെട്ട ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരന് ലഭിക്കുന്നത് മോശപ്പെട്ട പരിചരണമാണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ദുരനുഭവങ്ങൾ ഈ മണിക്കൂറിൽ തുറന്നു പറയാം. ന്യൂസ് ബസിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിലേക്ക് നമ്മൾ വിശദമായി തന്നെ കടക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. TV പ്രസാദ്, അരുൺ സോളമൻ, അഖിൽ കെ, റഹീസ് റഷീദ്, പ്രവീൺ പുരുഷോത്തമൻ, ആഷിൻ ഡിയഗോ, ശരത് SS, ദീപക് മലയമ്മ, ജയ്സൺ ചാമോളപ്പിൽ എന്നിവർ ചേരുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്ന്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം SITയിൽ പ്രസവശേഷം യുവതി മരിച്ചതിൽ ആരോപണവുമായി കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ആരോപണം. പ്രസവിച്ചതിന് ശേഷം ശിവപ്രിയ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SITയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശിവപ്രിയ മരിച്ചത്. ചികിത്സയ്ക്കിടെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് ഭർത്താവ് മനു ആരോപിച്ചു. ഇവിടെ കൊണ്ടുവന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൾച്ചറിന് കൊടുത്തപ്പോൾ അസിനറ്റോ ബാക്ടർ എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഹോസ്പിറ്റലിൽ വൃത്തിയില്ലായ്മ കൊണ്ട്, അതായത് ഗ്ലൗസ്, ഇത് സർജിക്കൽ ബ്ലേഡൊന്നും ആൽക്കഹോളിക് അല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഡോക്ടർമാർ 2 ദിവസം കൊണ്ട് മാറ്റിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇന്ന് രാവിലെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടത് ലെൻസിൽ ക്ലോട്ടുണ്ടെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോളിൽ വിളിച്ചിട്ട് സീരിയസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ പറഞ്ഞ് മരിച്ചു. കുടുംബത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും ആശുപത്രിക്ക് മുന്നിൽ നടക്കുകയാണ്. കുഞ്ഞുമായി നിൽക്കുകയാണ് കുടുംബം, പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ വി മുരളീധരൻ കുടുംബത്തെ കണ്ട് സംസാരിക്കുന്നു. പ്രതിഷേധം അവിടെ തുടരുന്നു. ഇതിൽ കുടുംബം ഉന്നയിക്കുന്നത് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ വ്യക്തത വരുത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ആശുപത്രി പരിസരത്ത് നിന്നും പ്രതിഷേധത്തിന്റെയും ആ കുടുംബത്തിന്റെ ആരോപണങ്ങളുടെയും കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ സോളമനും റഹീസ് റഷീദും ചേരുകയാണ്. ആദ്യം അരുൺ സോളമനിലേക്കാണ്. അരുൺ, എന്താണ് ഈ കുടുംബത്തിന്റെ ആരോപണം? എന്താണ് യുവതിക്ക് സംഭവിച്ചത്? പ്രസവശേഷമുണ്ടായ ഈ മരണം, അതിൽ ആശുപത്രിക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണ് അരുൺ? റോഷ്നി, തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നിന്നും ഇന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയ, 26 വയസ്സ് മാത്രമാണ് യുവതിക്കുണ്ടായിരുന്നത്. 2ാമത്തെ പ്രസവമായിരുന്നു. ഈ കഴിഞ്ഞ 35 ആഴ്ചകളായിട്ട് ഈ ശിവപ്രിയയെ ഭർത്താവ് മനു ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലായിരുന്നു കാണിച്ചു വന്നിരുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഈ കുഞ്ഞിന് അനക്കമില്ലാത്തതിനെ തുടർന്നാണ് തിരുവനന്തപുരം SITയിലേക്ക് ചികിത്സയുമായി എത്തുന്നത്. പക്ഷേ ഇവിടെ വന്ന് സുഖപ്രസവം കഴിഞ്ഞ് 22-ാം തീയതി ഈ പ്രസവം കഴിയുന്നു. 25-ാം തീയതി തിരിച്ച് കരിക്കകം വീട്ടിലേക്ക് മടങ്ങുന്നു. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ശിവപ്രിയയ്ക്ക് പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭർത്താവ് മനു ഉന്നയിക്കുന്നത്. ഈ സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രിയിൽ നിന്നും പ്രസവം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കൃത്യമായിട്ടും ഒരു പനിയുണ്ടോ അങ്ങനെ അടക്കമുള്ള പരിശോധനകൾ നടത്തിയായിരിക്കും സ്വാഭാവികമായി മടക്കി അയക്കുക. ഒരു ഡിസ്ചാർജ് നൽകുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ശിവപ്രിയയെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു എന്നുള്ളൊരു ആരോപണം കുടുംബം നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. വീട്ടിലെത്തി 2ാമത്തെ ദിവസം, അതായത് 26-ാം തീയതി തന്നെ പനി കൂടി തിരിച്ച് വീണ്ടും SITയിലേക്ക് വീണ്ടും എത്തിച്ച് അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ശിവപ്രിയയുടെ ആരോഗ്യനില വഷളാകുന്നു എന്നുള്ളതാണ് കുടുംബത്തിന് ബോധ്യമായ കാര്യം. പക്ഷേ ഇത് സംബന്ധിച്ച് SITയിലെ ഡോക്ടർമാർ ഒരു ഘട്ടത്തിലും ശിവപ്രിയയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും വീട്ടുകാരോട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓരോ ദിവസവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും ഡോക്ടർമാർ ഇത് സംബന്ധിച്ച് യാതൊന്നും തന്നെ കുടുംബത്തോട് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട, ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അവിടെ നിന്നും കഴിഞ്ഞ 3 ദിവസം മുൻപാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ശിവപ്രിയയെ മാറ്റുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ശിവപ്രിയ മരണപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ഇത്രയും ദിവസമാകുമ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് കുടുംബത്തിന് അറിയില്ല. പക്ഷേ ശിവപ്രിയയെ പനിയുമായിട്ട് SITയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത് ശിവപ്രിയയുടെ കുടുംബത്തെയും ഭർത്താവിനെയും അടക്കമുള്ളവരെയാണ്. കാരണം വീട്ടിലെത്തിയതിനു ശേഷം ഈ സുപ്രസവമാകുമ്പോൾ തന്നെയും സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ച് പൊട്ടിയതിനെ തുടർന്ന് അവിടെ നിന്നും അണുബാധ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നാണെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ ഈ സ്റ്റിച്ച് പൊട്ടിയത് വീട്ടിൽ നിന്ന് സംഭവിച്ചതാണെന്നുള്ളതാണ് നിലവിൽ SITയിലെ ഡോക്ടർമാരും പറയുന്നത്. പക്ഷേ ഇത്രയും മണിക്കൂറുകളായി ഒരു രോഗി മരണപ്പെട്ട് ആ ഡെഡ് ബോഡി, അതായത് ആ മൃതദേഹം ഇത്രയും മണിക്കൂറുകളായിട്ട് തണുത്ത് മരവിച്ചൊരു മുറിയിൽ കിടക്കുമ്പോഴും യാതൊരുവിധ പ്രതികരണവും നടത്താതെ SITയിലെ അധികൃതർ, അതായത് സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു ഘട്ടത്തിലാണ് ശിവപ്രിയയുടെ കുടുംബം നിലവിൽ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കരിക്കകം കൗൺസിൽ
കൗൺസിലർ അടക്കമുള്ളവർ SITയുടെ മുൻവശത്തിരുന്ന് 2 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഈ SITയുടെ മുൻവശത്ത് ഇരുന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ നേതാവ് കൂട്ടിയുള്ള V മുരളീധരൻ അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് വളരെയധികം വഷളായിട്ട് ഈ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന് ഒരു നാഥനുണ്ടോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. നിരവധി തവണ ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊന്നും തന്നെ ഒരു ഘട്ടത്തിലും പ്രതികരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വേണുവിൻ്റെ വിഷയം അടക്കമുണ്ടായപ്പോൾ പോലും ഡോക്ടറിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറാകാത്ത ഘട്ടമുണ്ട്. റോഷ്നി.